Ladies and boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ സിമ്പിൾ കൊളാജ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ആഫ്റ്റർ എഫക്ട്സ്. ഇത് ഇമാൻ ഗാർസിയുടെ ന്യൂ വീഡിയോയിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ന്യൂ കോംബോ ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. വിഡ്ത്ത് 920, ഹൈറ്റ് 1080, ഡ്യൂറേഷൻ 10 സെക്കൻഡ്സ്. ഇനി ഞാൻ കുറച്ച് ഇമേജസ് ആഡ് ആക്കുകയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്തത് ഞാൻ remove.bg എന്ന വെബ്സൈറ്റിൽ നിന്നുമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ബിൽഡിംഗ് ഇമേജ് റൈറ്റിൽ പ്ലേസ് ചെയ്ത് വെച്ചു. മേക്ക് ഷുവർ എല്ലാ ഇമേജസും 3D ആയിരിക്കണം. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഇമേജ് ആഡ് ആക്കി മേക്ക് 3D, സ്കെയിൽ ആൻഡ് പൊസിഷൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഈ കാണുന്ന ഇമേജ് ഈ ബിൽഡിംഗ് ഇമേജിൻ്റെ താഴെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ കാണുന്ന പോർഷൻസ് റിമൂവ് ചെയ്യാനായി റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തു. ചെക്ക് ഇൻവേർട്ടഡ്. നെക്സ്റ്റ് ഞാൻ ടെലിഫോൺ ബൂത്ത് ഇമേജ് ആഡ് ആക്കി ടെക്നോ പാർക്ക് ബിൽഡിങ്ങിൻ്റെ താഴെ പ്ലേസ് ചെയ്ത് വെച്ചു. ഇതുപോലെ ഞാൻ ഈ 3 ഇമേജസും ടെക്നോ പാർക്ക് ബിൽഡിങ്ങിൻ്റെ താഴെ പ്ലേസ് ചെയ്തു. ഇനി ഈ കാണുന്ന മാവേലി ഇമേജ് ടെക്നോ പാർക്ക് ഇമേജിൻ്റെ ടോപ്പിൽ പ്ലേസ് ചെയ്തു ഇതുപോലെ. ബട്ട് ഈ റൈറ്റ് ബിൽഡിങ്ങിൻ്റെ ബിഹൈൻഡ് ആയിരിക്കണം. സെയിം ഫോർ ബസ് ഇമേജ്. ആൻഡ് ഈ ഓട്ടോയുടെ ഇമേജ് ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇനി ഞാൻ ന്യൂ ക്യാമറ ആൻഡ് നൾ ഒബ്ജക്റ്റ് ആഡ് ആക്കി മേക്ക് ഷുവർ നൾ 3D ആയിരിക്കണം. ഈ ക്യാമറയിൽ കാണുന്ന പിക് വിപ്റ്റയിൽ ഞാൻ ഈ നള്ളിൽ ആഡ് ചെയ്തു. നളിൽ പോയി എൻ്റെ പൊസിഷൻ ഓപ്പൺ ആക്കി കീ ഫ്രെയിം സെറ്റ് ചെയ്തു അറ്റ് ദ ബിഗിനിങ്. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി പൊസിഷൻ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്തു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. നെക്സ്റ്റ് ഞാൻ ഓരോ ഇമേജും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുകയാണ്. അതിന് ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ടിൻറ്റ് ആഡ് ആക്കുക. സോ ഞാൻ ഫസ്റ്റ് റൈറ്റ് ബിൽഡിംഗ് ആഡ് ആക്കി. നെക്സ്റ്റ് ഞാൻ ഈ ടെക്നോ പാർക്ക് ബിൽഡിംഗ് ആഡ് ആക്കി. നെക്സ്റ്റ് ഞാൻ ഈ കാണുന്ന 4 ഇമേജസിലും ആഡ് ആക്കി. ഫോർ ടെലിഫോൺ ബൂത്ത് ഞാൻ ടിൻറ്റിൽ മാപ്പ് വൈറ്റ് ടു ചേഞ്ച് ചെയ്ത് യെല്ലോ ആക്കി. ഈ ടിൻറ്റ് കോപ്പി ചെയ്ത് ഓട്ടോ ഇമേജിലും പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ ഈ ക്ലൗഡ് ഇമേജ് സോളിലറിൻ്റെ ടോപ്പിൽ പ്ലേസ് ചെയ്തു. സ്കെയിലും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ബ്ലെൻഡ് മോഡ് ഓവർലേ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഓരോ ഇമേജും ആനിമേറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ ഈ ഫോൺ ബൂത്ത് പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു അറ്റ് ദ ബിഗിനിങ്. താഴോട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഈ 3 ഇമേജിലും അപ്ലൈ ചെയ്തത്. ഇനി ഈ മാവേലി ഇമേജിൽ പൊസിഷൻ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ലെഫ്റ്റിലോട്ടാക്കി. ഈസി ചെയ്തു കീ ഫ്രെയിംസ്. അതുപോലെ ഗ്രാഫ് എഡിറ്ററും അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഞാൻ ബസ് ആനിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഇവിടെ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ലെഫ്റ്റിലോട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഫോർ ഓട്ടോ ഇമേജ് ഞാൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഫോർ പൊസിഷൻ എന്നിട്ട് ലെഫ്റ്റിലോട്ട് ഇട്ടു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഓട്ടോ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഇമേജ് ആഡ് ആക്കി ടോപ്പിൽ
എന്നിട്ട് പൊസിഷൻ കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇതുപോലെ ഈ ടെക്നോപാർക്ക് ബിൽഡിംഗ് സ്കെയിൽ സൈസ് കുറച്ച് ഡിക്രീസ് ചെയ്തു, ബിക്കോസ് ഇത് വൃത്തികേടായിട്ട് തോന്നുന്നു. സോ അതിനായി ഞാൻ സ്കെയിൽ കുറച്ച് ഡിക്രീസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഇമേജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ. എന്നിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. ഈ ക്യാമറയുടെ തൊട്ട് താഴെ പ്ലേസ് ചെയ്തു. ഇഫക്ട്സ് പ്രീസസിൽ പോയി പോസ്റ്ററൈസ് ടൈം ആഡ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ. ഫ്രെയിം റേറ്റ് 12. ഇനി ഞാനൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ആക്കുകയാണ് ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഒരു ഗ്രീൻ കളർ കാണാൻ സാധിക്കും. ഇത് മാറ്റാനായി ഇഫക്ട്സ് പ്രീസസിൽ പോയി കീ ലൈറ്റ് ആഡ് ആക്കി. കളർ പിക്കർ സെലക്ട് ചെയ്ത് ഈ കാണുന്ന ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഒരു ലെയറും സെലക്ട് ചെയ്യാതെ ഈ കാണുന്ന എലിപ്സ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലൊരു സ്മോൾ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. മേക്ക് ഷുവർ ഫിൽ സോളിഡ് കളർ ആയിരിക്കണം, അതുപോലെ സ്ട്രോക്ക് നൺ ആയിരിക്കണം. ഇനി ഞാൻ ഈ സർക്കിളിൻ്റെ സ്കെയിൽ സൈസ് 0 ആക്കി കീ ഫ്രെയിം സെറ്റ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ ഇൻക്രീസ് ആക്കി. ഇനി ഞാൻ ഈ പെൻ ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഫിൽ നന്നായിരിക്കണം, സ്ട്രോക്ക് സോളിഡ് കളർ ആയിരിക്കണം. ഞാൻ സ്ട്രോക്ക് സൈസ് 3 സെലക്ട് ചെയ്തു. ജസ്റ്റ് ഞാൻ ഈ ലൈൻ ആനിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി സ്ട്രോക്ക് സൈസ് ലെയറിൻ്റെ താഴെ ആഡ് ട്രിം പാത്സ് സെലക്ട് ചെയ്യുക. അവിടെ ട്രിം പാത്സ് 1. എൻ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക, ചേഞ്ച് ടു 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി 100 ആക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ലൈൻ ആനിമേഷൻ കിട്ടും. സർക്കിൾ ഷേപ്പ് ലെയർ ആൻഡ് ഈ ലൈൻ ഷേപ്പ് ലെയറും ഡ്രാഗ് ചെയ്ത് ഈ ക്യാരക്ടറിൻ്റെ ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇതുപോലെ തന്നെ വീണ്ടും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. സെയിം സ്റ്റെപ്സ് പ്ലേസ് ചെയ്ത് ഞാൻ ഈ ക്യാരക്ടറിൻ്റെ താഴെ പ്ലേസ് ചെയ്തു. ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് പ്ലേസ് ചെയ്ത് ഇതുപോലെ ടോപ്പിലിട്ടു. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.